ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹൗ ടു ഡെവലപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. മനുഷ്യരായി നമ്മൾ എല്ലാവരിലും ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ? പക്ഷേ സാഹചര്യങ്ങൾ മൂലം അവയെല്ലാം മാറി വേറൊരു ക്യാരക്ടർ രൂപം കൊള്ളുന്നു. നമുക്ക് നമ്മുടെ കുറച്ച് ക്യാരക്ടേഴ്സ് എഴുതി നോക്കിയാലോ? നെഗറ്റീവ്സും പോസിറ്റീവുമായിട്ടുള്ളത്. കെയറിങ്, ഹോണസ്റ്റ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫിഷ്നെസ്, ജെലസ്. അതുപോലെ എഴുതി നോക്കാം. പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, ഏതായാലും. ഇനി ഇതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള എത്ര എണ്ണം നമ്മൾ എഴുതിയെന്ന് നോക്കാം. കൂടുതലും നമ്മൾ നെഗറ്റീവായിട്ടുള്ളതാണ് എഴുതുക. ഇതിൽ നിന്നും നമുക്ക് മാറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടവ എഴുതാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളവ മാത്രം ഇതിൽ നിന്ന് നമുക്ക് ഫോളോ ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് ഡെയിലി എഴുതുക. അതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റം നമ്മുടെ ലൈഫിൽ വരുത്താൻ സാധിക്കുന്നു. നാം നമ്മുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായ ശേഷം നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാം. ആളുകളുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഒരു ഫംഗ്ഷനോ മറ്റോ പോകുമ്പോൾ ആളുകളുമായി നല്ല ചിരിച്ച മുഖത്തോടെ സംസാരിക്കുക. പോസിറ്റീവായിട്ടുള്ള ടോക്ക് മാത്രം നടത്തുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനുള്ള വേദിയാക്കാതെ ഇരിക്കുക. ആളുകളുമായി ഐ കോണ്ടാക്റ്റിൽ സംസാരിക്കുക. നല്ല കേൾവിക്കാരനാവുക. അവർ പറയുന്നതും അക്സെപ്റ്റ് ചെയ്ത് കേൾക്കുക. ഇതൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നതാണ്. നാം നമ്മളോട് തന്നെ ഹോണസ്റ്റ് ആയിരിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോടും ഹോണസ്റ്റായി പെരുമാറും. സിൻസിയർ ആയിരിക്കുകയും ചെയ്യും. ഏത് കാര്യത്തിനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. നാം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സെൽഫ് കെയർ ചെയ്യുക. നല്ല ഡ്രസ്സിങ് രീതിയായിരിക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കുക. എപ്പോഴും പ്രസൻ്റ് ആയിരിക്കുക. പൊതുവെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കുക. എപ്പോഴും കറൻ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക. ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരേണ്ട സാഹചര്യത്തിൽ വളരെ കറക്റ്റായിട്ട് ആ തീരുമാനം എടുക്കുക. നാം സംസാരിക്കുന്ന ഓരോ ആൾക്കാരുടെ അടുത്ത് നാം സംസാരിക്കുന്ന സമയം കെയർഫുള്ളായി സംസാരിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആവാതിരിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇതിലൂടെ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.